മച്ചന്മാരെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നാളെ ലീവായതുകൊണ്ട് ഇന്ന് കോളേജിൽ പോയി എല്ലാ പ്രോജക്റ്റും സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നേരെ കോളേജിലോട്ട് എത്തി. കോളേജ് എത്തിയപ്പോഴാണ് ഇമാരൊക്കെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്തത്. അങ്ങനെ ഇമാരൊക്കെ പിടിച്ച് കയറ്റിക്കൊണ്ട് നേരെ ഞങ്ങൾ ക്ലാസ്സിലോട്ട് കയറി ടീച്ചറൊന്നും വരാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ചുമ്മാ ഫോണും കളിച്ചുകൊണ്ടിരുന്നു. നോക്കുമ്പോഴാണ് ഈ കൊച്ചു എന്നെ നോക്കി ചിരിക്കുന്നത്. എന്താ ചിരിച്ചെന്ന് ചോദിച്ചപ്പോഴാണ് എന്നെ ഈ ഗതിയിലാക്കി വെച്ചേക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ പ്രോജക്റ്റ് കൊണ്ട് കൊടുക്കാൻ പോയി. ഇതാണ് എൻ്റെ പ്രോജക്റ്റ്. അങ്ങനെ എൻ്റെ പ്രോജക്റ്റ് കൊണ്ട് സബ്മിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഞാൻ കൂട്ടാനും വിളിച്ചുകൊണ്ട് നേരെ ഞാൻ സ്റ്റാൻഡിലോട്ട് എത്തി. സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് ഒടുക്കലത്തെ വെയിൽ. അങ്ങനെ ഒരു ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞിട്ട് 2 ജ്യൂസ് അങ്ങ് ഓർഡർ ചെയ്ത് ജ്യൂസ് കുടിച്ച്. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് നേരെ ഞാൻ ഒരു ബസ്സിലോട്ട് കയറി. ബസ്സിലാണെങ്കിൽ ഒടുക്കലത്തെ തിരക്ക്. എന്തായാലും 1 മണിക്കൂർ അങ്ങ് നിൽക്കണം. ഞാൻ നിന്നതാണെങ്കിൽ ഒരു സ്റ്റെപ്പിൽ. അങ്ങനെ എന്തായാലും 1 മണിക്കൂർ അങ്ങ് നിന്ന് നേരെ ഞാൻ രാജവാളയം ബസ് സ്റ്റാൻഡ് എത്തി. ഇവിടെ ആണെങ്കിൽ അതിൻ്റെ അപ്പുറം വെയിൽ. എന്തായാലും വെയിലത്ത് നടന്ന് അപ്പുറത്ത് പോകണം. വെയിലാണെങ്കിൽ നല്ല പൊള്ളുന്ന വെയിൽ. എങ്ങനെ ഈ സൈഡ് വന്നപ്പോഴാണ് ഒരു ബസ്സില്ലാതെ ഈ ഒറ്റ ബസ് മാത്രം കിടക്കുന്നത്. അങ്ങനെ ആ ബസ്സിലോട്ട് കയറി. ഉച്ചയ്ക്ക് കഴിക്കത്തോണ്ട് നല്ല വിശപ്പ്. സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടന്നപ്പോഴാണ് ഈ ഒരു ഫ്ലെയിം കിച്ചൺ എന്ന് പറഞ്ഞ് കാണുന്നത്. നേരെ തള്ളിപ്പിടിച്ച് അകത്തോട്ട് കയറി ഒരു മന്തി അങ്ങ് ഓർഡർ ചെയ്ത് ഫുഡ് കഴിച്ചപ്പോഴാണ് എൻ്റെ വയറ് കിടന്ന് അലക്കുന്നത് നിർത്തിയത്. അങ്ങനെ അടുത്ത ബസ് കയറി ഞാൻ എൻ്റെ വീട്ടിലോട്ട്. ഇതാണ് എൻ്റെ വീട്ടിൽ പോകുന്ന വഴികളൊക്കെ. മഴയൊക്കെ ഇല്ലാത്തതുകൊണ്ട് ആറ്റിൽ വെള്ളവും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ നേരെ ഞാൻ വീട്ടിൽ എത്തി. ഈ നടന്നു വരുന്നതാണ് ഞങ്ങളുടെ ഗ്രാൻഡ്മ. അങ്ങനെ വീട്ടിലെത്തി കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഇനി ഞാൻ പുറത്തോട്ട് പോവാണ്. അങ്ങനെ പുറത്ത് വന്നപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരനെ കാണുന്നത്. ഇവനാണെങ്കിൽ ഇവിടെ പൊറോട്ട ഓടിക്കാൻ വന്നതല്ല. അങ്ങനെ സഖിയായിട്ട് ലാസ്റ്റ് ഇവൻ തന്നെ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോവാണ്. അങ്ങനെ അവൻ കടയിൽ വന്ന് വഴക്കുണ്ടാക്കി അവൻ്റെ ഫുഡും പൊടിച്ചാൽ അവർക്ക് ഒരു ടാറ്റ കാണിച്ചിട്ട് അവൻ പോവാണ്. ഇനി നാളെ കാണാം.